എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റാഗിപ്പാലാണ്. നിത്യവും ഇതുപോലൊരു ഗ്ലാസ് റാഗിപ്പാൽ കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരാരോഗ്യം വീണ്ടെടുക്കാനും എല്ലുകളുടെ ബലം കൂട്ടാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള ടിൻ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് അധികം ചിലവൊന്നും തന്നെ ഇല്ലാതെ ഇതുപോലെ റാഗിപ്പാൽ ഒന്ന് തയ്യാറാക്കി കൊടുക്കണേ. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. റാഗിപ്പാൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് റാഗിപ്പാൽ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് റാഗി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് റാഗിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ റാഗി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തിരുമ്മിയാണ് കഴുകിയെടുക്കേണ്ടത്. റാഗിയിൽ നല്ലതായിട്ട് തന്നെ അഴുക്കുണ്ടാവും. അതിനായിട്ട് നമുക്കിതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. നമുക്ക് ഈ റാഗിപ്പാൽ തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ റാഗി ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ആവശ്യമായിട്ടുണ്ട്. ഇതിനായിട്ട് ഒരു പാത്രം വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഇനി നല്ലവണ്ണം തിളച്ച് വരട്ടെ. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റാഗിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ റാഗി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ചൂടൊന്ന് ആറി വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോഴേക്ക് റാഗി നല്ലതായിട്ട് തന്നെ വേവായി കിട്ടും. ഇനി നമുക്ക് ഈ റാഗി അരച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അധികം പാചകങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ നമ്മുടെ റാഗി ഇവിടെ കുതിർത്താൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. റാഗി ഒന്ന് ചെറുതായിട്ടൊക്കെ വേവായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുവി നോക്കിയാൽ പൊട്ടിപ്പോകുന്നൊരു പരുവത്തിലേക്ക് ആയി വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി ഇതിന്റെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം. റാഗിയുടെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. റാഗി അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അരമുറി നാളികേരം തിരുമ്മിയത് കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ടും. ഇനി നമുക്ക് ഈ റാഗി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. റാഗി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം തിരുമ്മിയത് കൂടെ ചേർക്കാം. നാളികേരം തിരുമ്മിയതും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ കൂടെ തന്നെ ഒരു 8 ഏലക്ക ഇതിന്റെ തോലൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ചേർക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവില് ശർക്കരപ്പൊടി കൂടെ ചേർക്കാം. ഞാനിപ്പോൾ വളരെ മധുരം കുറച്ചാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. റാഗിയുടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ തന്നെ ഒഴിച്ചെടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇതിന്റെ ആ ഒരു പാല് മുഴുവനും എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്നും കൂടെ കറക്കിയെടുക്കാം. ഇതിന്റെ ആ ഒരു പാല് മുഴുവനും ഞാനിവിടെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്നും കൂടെ കറക്കിയെടുത്തിട്ട് വരാം. വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തിളപ്പിച്ചാറിയ ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ ആ ഒരു തോല് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതുപോലെ തന്നെ അരച്ചെടുക്കണം. നമ്മളിന്നൊരു 4 ഗ്ലാസ് അളവാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. വീണ്ടും അടിച്ചതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലുകളുടെ ബലത്തിനും അതുപോലെ നമ്മുടെ കണ്ണിന്റെയും തലമുടിയുടെ ആരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിനും വളരെ തന്നെ നല്ലതാണ്. അങ്ങനെ 4ാമതും ഞാനിവിടെ റാഗി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റാഗി നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലതുപോലെ പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ നമ്മുടെ റാഗി ഞാനിതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ അരിപ്പയിലൂടെ അരിച്ച് ഇതിന്റെ ആ ഒരു തരിതരിപ്പെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. വീണ്ടും നമ്മുടെ റാഗിപ്പാല് ഞാനിവിടെ ഒന്നും കൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു തോല് മുഴുവനും തന്നെ നമുക്ക് അരിച്ചു മാറ്റണം. അരിച്ചെടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് ഒരു കോട്ടൺ തുണിയിലേക്ക് മാറ്റിയും അരിച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് ഒന്ന് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റാഗിപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.